Hello, good morning. Assalamu alaikum. Welcome to ഐബൂസ് മമ്മ ചാനൽ. സോ ഇന്ന് ഐബൂസ് മമ്മ ചാനലിലെ ഫസ്റ്റ് വീഡിയോയാണ്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഒരു മോർണിംഗ് വ്ളോഗിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് വ്ളോഗിൽ രാവിലെ തന്നെയുള്ള ഒരു ബിസി മോർണിംഗ് ലൈഫാണ് ഇതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നേരിയ ചൂടിന് വെള്ളം ഞാനൊരു ഗ്ലാസ് കുടിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് വെള്ളം ഇടും. പിന്നെ ഒരു ഗ്ലാസ് ചായ ഞാൻ വെക്കും. എൻ്റെ ഹസ്ബൻഡിന് കട്ടൻ ചായയാണ് കുടിക്കുള്ളൂ. എനിക്ക് പക്ഷേ രാവിലെ പാൽ ചായ മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരടുപ്പത്ത് പാൽ ചായക്ക് വെച്ചു, ഒരടുപ്പത്ത് കഞ്ഞിക്ക് വെച്ചു. പിന്നെയാണ് ഞാൻ ഹസ്ബൻഡിന് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കണം കേട്ടോ. പിന്നെ മൺഡേ മോർണിംഗ് ഒക്കെ ആകുമ്പോൾ ഈ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് മൺഡേ മോർണിംഗ് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ ഒരു ചെറിയ മടിയൊക്കെ കാണുമല്ലേ. അപ്പോൾ ഇന്നൊരു ജസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച റവ എടുത്തു. പിന്നെ വിചാരിച്ചെന്നാൽ പഴം ഇരിപ്പുണ്ടല്ലോ, പുട്ടുണ്ടാക്കുക, അത് കുറച്ചും കൂടി എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടുപൊടി ബോട്ടിലുള്ളത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി പാക്കറ്റ് വേറെ പൊട്ടിച്ചിട്ടിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴം ഇരിക്കണ കാരണം പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്ക് ഹസ്ബൻഡിന് കൊണ്ടുപോകാനായിട്ട് ചോറിന് തക്കാളി ചമ്മന്തി, മുട്ട വറുത്തതും, അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയും ഒക്കെ ആയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ഗ്ലാസ് ചായ ഞാൻ ആ സൈഡിലേക്ക് മാറ്റി വെക്കും. ഇരുന്ന് കുടിക്കാനുള്ളൊരു നേരമൊന്നും കിട്ടില്ല. അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പതിയെ പണിയുടെ ഇടയിൽ കൂടി സിപ്പ് ചെയ്ത് കുടിക്കലേ നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പുട്ടുപൊടി ആകുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ആവശ്യത്തിനുള്ളൊരു പുട്ടുപൊടി അതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പും നോർമൽ വാട്ടറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ പുട്ടുപൊടി തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ പുട്ടുപൊടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പുട്ടുപൊടി റെഡിയായി കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തക്കാളി ചമ്മന്തിക്കുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. അതിന് ഞാനിവിടെ 3 തക്കാളിയും ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരടുപ്പ് എന്തായാലും അവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ നേരത്തിന് പുട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേവണ ടൈമിന് നമുക്ക് കറിക്കുള്ളത് കട്ട് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ പുട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചിരകിയ തേങ്ങ കിട്ടും. അത് ഈ ഫ്രീസറിൽ വെക്കണോണ്ടിട്ട് നമുക്ക് അത് വിട്ട് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതൊന്ന് തണുപ്പ് പോകാൻ കാത്ത് നിന്ന് കഴിഞ്ഞാൽ ടൈം ഒരുപാട് വേസ്റ്റാവും. അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടിനൊക്കെ ആവി വന്നു. അപ്പോൾ അത് വെന്തത് മാറ്റിയിട്ട് അടുത്ത പുട്ടിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന നേരത്തിന് ഞാൻ ഇവിടെ ഹാളിൽ കർട്ടനൊക്കെ മാറ്റിയിടാനായിട്ട് വന്നേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ ഈ കർട്ടനൊക്കെ മാറ്റിയിട്ട് ആ ഒരു വെളിച്ചം അകത്തേക്ക് ഹാളിലേക്കൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുറത്തത്തെ കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ജനലിൽ പൊടി പിടിച്ച് കിടക്കുന്ന നേരം കൊണ്ട് വലിയ ക്ലിയർ ആവില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് പണിയുന്നുണ്ട്. ഇപ്പോൾ പുതിയ പാർക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ചെടിയും പുല്ലിനുള്ള വിത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒക്കെ റെഡിയായി വരുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കിത് അവിടെ ഒരു കുഞ്ഞി അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി ഇത് ഓഫാക്കിയിട്ടിട്ടാണ് കിടക്കാറ്. രാവിലെ ആകുമ്പോൾ ഇത് ഓണാക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യും. ചെടിക്ക് വെള്ളമൊഴിക്കുക,
പിന്നെ ഇതാ അപ്പോൾ ഹാളിൽ ഹസ്ബൻഡിൻ്റെ ടിഫിൻ ബോക്സ് ഇരിപ്പുണ്ടായി, അപ്പോൾ അതും എടുത്തിട്ട് പോവുകയാണ് ഞാൻ കിച്ചണിലേക്ക്. പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ ചോറ് വെന്തു, അപ്പോൾ ഇതിന് കഞ്ഞി വടിക്കാൻ പോവുകയാണ്. അങ്ങനെ ചോറ് വടിച്ചതിന് ശേഷം തക്കാളി ചമ്മന്തി വെക്കാനായിട്ട് പാൻ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ പാൻ ചൂടാവണ നേരത്തെ ഞാൻ ബാക്കി പുട്ടിൻ്റെ പൊടിയും കൂടി ഉണ്ട് ബാലൻസ്, അതും കൂടി വെക്കുകയാണ്. നേരത്തെ നമ്മൾ പുട്ടിൻ്റെ പൊടി വേറെ പാത്രത്തിലായിരുന്നു, അപ്പോൾ ഞാൻ ആ പാത്രത്തിലാണ് കഞ്ഞി വടിക്കാൻ വെക്കണത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പൊടി ഈ പാത്രത്തിലേക്ക് മാറ്റി ബാലൻസ് പുട്ടിൻ്റെ പൊടിയും കൂടി പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പാൻ ചൂടാകുമ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സംഭവമാണ്, എന്നാലും അറിയില്ല തുടക്കക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, കുറച്ച് വേപ്പില ഇടുക, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ജസ്റ്റ് ഒന്ന് സവാള ഒന്ന് വഴന്നു വരണം. അപ്പോൾ ഇത് വഴന്നു വരുന്ന നേരത്തിന് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കാസറോളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ അരിഞ്ഞിച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വലിയ പണികളൊന്നുമില്ല, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം കുറച്ചിട്ടാൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തക്കാളി ഇടുന്നതനുസരിച്ച്, ഇത് ഇച്ചിരി കട്ടുള്ള തക്കാളിയാണ്, നല്ലോണം അലന്ന ടൈപ്പ് തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ആ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ചമ്മന്തി റെഡിയാവും. അതിനുശേഷം മുട്ട വറുത്തത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. കിച്ചണൊക്കെ ആകെ മെസ്സായി കിടക്കുകയാണ്. തലേന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് കിച്ചൺ അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും നടന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും ഇച്ചിരി ലേറ്റായി പോയി എഴുന്നേറ്റത്. അപ്പോൾ ആകെ മെസ്സായി കിടക്കുന്ന ഇടയ്ക്ക് നമ്മൾ അടുപ്പിലിരിക്കുന്ന ഈ ആശാൻ നമ്മൾ മറക്കരുതല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ കുറച്ചും കൂടെ തക്കാളി ഉടഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചു. വീണ്ടും മുട്ട വറുത്തതിന് സവാള അല്ല ഉള്ളി അരിയാനുണ്ട്. ആണിതാ പാൻ ചൂടായിട്ടുണ്ട്. മുട്ട വറുക്കുകയാണ്. അങ്ങനെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ടിഫിൻ പാത്രം ഞാൻ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ചോറും കറിയൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ടിഫിൻ്റെ ബാഗിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കവറിലാണ് ചോറിട്ട് കൊടുക്കുക. ഈ കറിയിൽ നിന്നൊക്കെ മെഴുക്കൊക്കെ വീഴാണ്, ലീക്കാവുകയാണെന്നുണ്ടെങ്കിൽ ബാഗുമായിട്ട് ആകെ വൃത്തികേടായി പോവില്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ കവറിലിട്ടിട്ടാണ് ഇങ്ങനെ ബാഗിലിട്ട് കൊടുക്കുക. അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഹാളിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പം എല്ലാം എടുത്ത് വെച്ച് തംസപ്പൊക്കെ കാണിച്ച് നിൽക്കുമ്പോഴത്തേക്കും മോനെ എഴുന്നേറ്റു. എന്തിനപ്പം എഴുന്നേറ്റ്? കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ പോരായിരുന്നു നിന്നിട്ട്. മനുഷ്യൻ അങ്ങനെ കുറച്ച് നേരത്തെ പുന്നാരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോളത്ത് ഇങ്ങനെ ആൾ കിടക്കുകയാണ്. ഉറങ്ങുന്നൊന്നുമില്ല, വെറുതെ കണ്ണുറന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തോളത്തിട്ടുകൊണ്ട് അങ്ങനെ നടന്നു. പിന്നെ ആൾ ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. ഇപ്പം ചൂണ്ടിക്കാണിക്കുന്ന ടി വിയിലോട്ടാണ് കേട്ടോ. ടി വിയിൽ ഒരു ഡാൻസ് ഉണ്ട്. ഇക്കാക്ക ഇത്താത്ത എന്നാണ് പറയണത്. അതിൽ ഒരു കുഞ്ഞിക്കാക്കാൻ്റെ ഇത്താത്താൻ്റെ ഡാൻസ് ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതെടുക്ക് വെച്ചെടുക്കലുണ്ട്. അങ്ങനെ കുറേ നേരം അങ്ങനെ സ്ക്രീൻ ടൈം അങ്ങനെ കാണിക്കാറൊന്നുമില്ല. അപ്പോൾ ടി വി കാണിച്ചു തരികയാണ് ആൾ അത് വെക്കാമെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഈവനിക്കും ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ഇളം ചൂടുള്ള വെള്ളം ഞാൻ കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ടൈമിൽ ആൾ ഒരു സിപ്പൊക്കെ ജസ്റ്റ് എടുക്കുള്ളൂ, എങ്കിലും ഞാൻ കൊടുത്തിട്ട് അത് ഈ ചൂടുവെള്ളം കൊടുത്തിട്ടാണ് ബാക്കി എന്തും ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ഫ്രഷാക്കി എൻ്റെ സ്നഗ്ഗിയൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നാസ്ത കൊടുത്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുത്തതല്ല. അപ്പോൾ ഇതെല്ലാം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ അവനിക്ക് അവിടെ നിന്നിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അതാ ഹസ്ബൻഡ് റെഡിയായി വന്ന് നാസ്ത കഴിക്കാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കമ്പനിയിൽ നിന്ന് കോള് വരും. അപ്പോൾ ആശാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓരി വാങ്ങിക്കും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് പോകാൻ നേരത്ത് ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് സലാമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോവാറ്. ഹസ്ബൻഡ് ഇറങ്ങുകയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ അവിടുത്തെ ലിഫ്റ്റിൻ്റെ അവിടം വരെ പോകും. അവൻ കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത മൈൻഡാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ അവിടം വരെ ഞാൻ ചെന്ന് ആ ഒരു കരച്ചിലൊക്കെ ഒന്ന് ചിണുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെയാണ് വരാറ്. ഇന്നിപ്പോൾ കുഴപ്പമില്ലാണ്ട് അത് ആബ പോണതൊക്കെ നോക്കി നിൽപ്പുണ്ട്. ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ആൾ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരു ഉറക്കക്ഷീണം കണ്ടപ്പോൾ ഞാൻ ഉറക്കി. ചില ടൈമിൽ രണ്ടാമത്തെ ഒരു ഉറക്കം ഈ നേരത്തുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആൾ ഉറങ്ങാറ്. ഇന്നിപ്പോൾ ആൾക്ക് നേരത്തെ ഉറക്കക്ഷീണം കണ്ടു. അപ്പോൾ ഞാൻ ഉറക്കടങ്ങൾ ഇവിടെ നടത്തിയപ്പോഴത്തേക്കും ആൾ ഉറങ്ങിപ്പോയി. സോ ഇനി ഇവൻ ഉറങ്ങുന്ന ടൈമിലായിരിക്കും എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്, അടിച്ച് വാരൽ, തുടക്കൽ, അലക്കലൊക്കെ. അപ്പോൾ ഇവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ പകുതി മുക്കാലും ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നോർമൽ എൻ്റെ മോർണിംഗിലുള്ള ഒരു ബിസി മോർണിംഗ് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.